ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് BSCയുടെ വീക്കിലി കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യ ദിവസം 2023 ഡിസംബറിൽ യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ പ്രശസ്തമായിട്ടുള്ള കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. 2023 ഡിസംബറിൽ യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ പ്രശസ്തമായിട്ടുള്ള കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയാണ്. ഈ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മണ്ഡപമാണ് കർണികാര മണ്ഡപം. അത് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പുരസ്കാരം നേടി. അപ്പൊ 2023 ഡിസംബറിൽ യുനെസ്കോ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഏഷ്യ പസഫിക്കില് ഇന്ത്യയിൽ നിന്നും ആറെണ്ണമാണ് നേടിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നും ഇടം നേടിയത് കർണികാര മണ്ഡപമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡപമാണ് കർണികാര മണ്ഡപം. നമുക്കിനി പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ഇടം നേടിയിട്ടുള്ള 5 പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതില് യുനെസ്കോയുടെ സുസ്ഥിര വികസനത്തിനുള്ള പ്രത്യേക അംഗീകാരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുമുള്ള അവാർഡ് നേടിയ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു 6 എണ്ണമാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട 5 എണ്ണം ഇന്ത്യയിൽ നിന്ന് നമുക്ക് എത്രയാണ്? പ്രധാനപ്പെട്ട 5 എണ്ണം ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അതില് പഞ്ചാബിലെ അമൃത്സറിലെ രാംബാഗ് ഗേറ്റ് യുനെസ്കോയിൽ ഇടം നേടി. ഇനി പഞ്ചാബിൽ തന്നെ പിപാപാൽ ഹവേലി എന്ന് പറഞ്ഞൊരു സ്ഥലം അത് ഇടം നേടിയിട്ടുണ്ട്. ഇനി ഹരിയാനയിലെ എപ്പിഫാനി എന്ന് പറഞ്ഞൊരു സ്ഥലം അതും ഇടം നേടിയിട്ടുണ്ട്. പ്രശസ്തമായിട്ടുള്ള എപ്പിഫാനി, ഹരിയാനയിൽ നിന്നും എപ്പിഫാനി. അടുത്ത് മുംബൈയിൽ നിന്നുള്ള ഡേവിഡ് സാസൂൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, അതും ഈ 2023 യുനെസ്കോയുടെ സുസ്ഥിര വികസനത്തിനുള്ള പ്രത്യേക അംഗീകാരം ലഭിച്ച സൈറ്റുകളാണ്. ഇനി ന്യൂഡൽഹിയിൽ നിന്നുള്ള ബിക്കാനീർ ഹൗസ്. ഈ 5ഉം ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കുന്നമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കർണികാര മണ്ഡപവും ഉൾപ്പെടെ നമുക്ക് 6 എണ്ണമാണ് യുനെസ്കോയുടെ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. അപ്പൊ ഈ 5 സൈറ്റുകൾ ഒരിക്കൽ കൂടി പറയാം. അമൃത്സറിലെ രാംബാഗ് ഗേറ്റ്, പഞ്ചാബിലെ പിപാൽ ഹവേലി, ഹരിയാനയിലെ എപ്പിഫാനി, മുംബൈയിലെ ഡേവിഡ് സാസൂൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, ന്യൂഡൽഹിയിലെ ബിക്കാനീർ ഹൗസ്. ഇതിനു പുറമെ ചൈനയിൽ നിന്നുമുള്ള 5 സൈറ്റുകളും ഇടം നേടിയിട്ടുണ്ട്. ഒപ്പം നേപ്പാളിൽ നിന്നും ഇടം നേടിയ സൈറ്റാണ് സിഗാമി സെൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഈ സിഗാമി സെൻ എന്ന് പറയുന്ന സൈറ്റ് യുനെസ്കോയുടെ സുസ്ഥിര വികസനത്തിനുള്ള പ്രത്യേക അംഗീകാരം കൂടി 2023 ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. സംസ്ഥാന വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ പരിശോധന എന്തെന്നാണ്. ഒരു പരിശോധനയാണ്. സംസ്ഥാന വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ്. അതിന്റെ പേര് ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്നാണ്. ഓപ്പറേഷൻ ജംഗിൾ സഫാരി. കേരളത്തിൽ ഇപ്പോൾ ആരാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് നമുക്കറിയാം. ആരാണ്? AK ശശീന്ദ്രനാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൽ. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AK ശശീന്ദ്രനാണ്. അപ്പൊ സംസ്ഥാന വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ പരിശോധന ചോദിക്കണമെങ്കിൽ എന്താണ്? ഓപ്പറേഷൻ ജംഗിൾ സഫാരിയാണ്. ഇനി ഒരു പദ്ധതിയാണ്, കേരളത്തിൽ വരുന്ന ഒരു പദ്ധതിയാണ്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി എന്താണ്? ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? K-സ്മാർട്ട് ആണ്. ഈ K-സ്മാർട്ട് പദ്ധതി നിലവിൽ വരുന്നത് 2024 ജാനുവരി മാസം 1-ാം തീയതി മുതലാണ്. അപ്പൊ K-സ്മാർട്ട് എന്ന് മുതലാണ് നിലവിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 ജാനുവരി മാസം 1-ാം തീയതിയാണ് K-സ്മാർട്ട് നിലവിൽ വരാൻ പോകുന്നത്. അപ്പൊ പദ്ധതി എന്ത് ചെയ്യുക? ഒന്ന് നന്നായിട്ട് ഓർക്കുക. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? K-സ്മാർട്ട് ആണ്. അടുത്ത ദിവസം നോക്കിയോളൂ. അടുത്ത ദിവസം പോകാം നമുക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ PB അനീഷാണ്. PB അനീഷിനാണ് 2023 മലയാള മനോരമ നൽകിയ മികച്ച കർഷകശ്രീ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. PB അനീഷ് കണ്ണൂർ സ്വദേശിയാണ്. ഇനി കർഷകശ്രീ പുരസ്കാരം മലയാള മനോരമ നൽകുന്നത് 3 ലക്ഷം രൂപയാണ്. സമ്മാന തുക എത്രയെന്ന് ചോദിച്ചാൽ ഇതിന്റെ 3 ലക്ഷം രൂപയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു.
കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷക ശ്രീ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? PB അനീഷാണ്. PB അനീഷ് ഏത് ജില്ലക്കാരെന്ന് ചോദിച്ചാൽ കണ്ണൂർ സ്വദേശിയാണ്. ഇതിന്റെ സമ്മാന തുകയായിട്ട് വരുന്നത് എത്ര ലക്ഷം രൂപ എന്ന് ചോദിച്ചാൽ 3 ലക്ഷം രൂപയാണ്. ഇതിന് സമ്മാന തുകയായിട്ട് വരുന്നത് 3 ലക്ഷം രൂപയാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്, അല്ലെ? ഈ വയോജനങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഇവിടെ ഒന്ന് ഓർക്കുക, 145667 എന്നാണ്. ടോൾ ഫ്രീ നമ്പർ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 145667 ആണ് ഇതിന്റെ ടോൾ ഫ്രീ നമ്പറായിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചിയെ മാനസികാരോഗ്യ സൗഹൃദ നഗരമാക്കി മാറ്റുന്നതിനായി കൊച്ചി നഗരസഭ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? അപ്പൊ കൊച്ചി നഗരസഭ ആരംഭിച്ച ഒരു പദ്ധതിയാണ് 2023 ഡിസംബറിൽ കൊച്ചിയെ മാനസികാരോഗ്യ സൗഹൃദ നഗരമാക്കി മാറ്റുന്നതിനായി കൊച്ചി നഗരസഭ ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനെസ് ഓഫ് ആൾ എന്നാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനെസ് ആൾ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കൊച്ചിയെ മാനസിക ആരോഗ്യ സൗഹൃദ നഗരമാക്കി മാറ്റുന്നതിനായി കൊച്ചി നഗരസഭ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓർക്കുക. ഇനി 2023 ഡിസംബറിൽ മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി കേരള മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച 2 മന്ത്രിമാരാണ്. അപ്പൊ കേരള മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച 2 മന്ത്രിമാര്, ഒന്ന് അഹമ്മദ് ദേവർകോവില്, മറ്റൊന്ന് ആന്റണി രാജുവാണ്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് കേരള മന്ത്രിസഭയിൽ നിന്നും 2023 ഡിസംബറിൽ രാജിവെച്ചു. ഈ അഹമ്മദ് കോവിൽ നേരത്തെ കൈകാര്യം ചെയ്യുന്നത് തുറമുഖം, മ്യൂസിയം, പുരാവസ്തു, അല്ലെ? തുറമുഖ വകുപ്പ്, മ്യൂസിയം, പുരാവസ്തു, ഇതെല്ലാം അഹമ്മദ് ദേവർകോവിലായിരുന്നു കൈകാര്യം ചെയ്തത്. ആന്റണി രാജുവിന്റെ വകുപ്പ് നമുക്കറിയാം, ഗതാഗതമായിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ആന്റണി രാജു. ജലഗതാഗതം കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ആന്റണി രാജുവാണ്. അപ്പോൾ 2023 ഡിസംബറിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും രാജിവെച്ച പ്രധാന 2 മന്ത്രിമാരാണ്, അല്ലെ? ഇവർ രാജിവെച്ചതിനെ തുടർന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? 2 മന്ത്രിമാര് കേരള മന്ത്രിസഭയിൽ എന്ത് ചെയ്യുന്നു? വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു വരുന്നു, ചുമതലയേൽക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഗതാഗത മന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഡിസംബറിൽ കേരളത്തിലെ ഗതാഗത മന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ KB ഗണേഷ് കുമാറാണ്. ഗതാഗത മന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? KB ഗണേഷ് കുമാറാണ്. ഇനി 2023 ഡിസംബറിൽ രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അപ്പൊ നേരത്തെ അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന മ്യൂസിയം, പുരാവസ്തു ആര് കൈകാര്യം ചെയ്യുന്നു? കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. രജിസ്ട്രേഷൻ നേരത്തെ കൈകാര്യം ചെയ്യുന്നത് VN വാസവനാണ്, അല്ലെ? VN വാസവനായിരുന്നു രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്തിരുന്നത്. നിലവിൽ ആരാണ് കേരളത്തിൽ രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു. ഇതൊക്കെ ആരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. നിലവിൽ ആരാണ് കേരളത്തിൽ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KB ഗണേഷ് കുമാറാണ് കേരളത്തിലെ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ഇനി ഒരു ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 2023 ഡിസംബർ 28 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് ജന്മവാർഷികമാണ് നമ്മൾ ആചരിച്ചു എന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ 2023 ഡിസംബർ 28 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് ജന്മവാർഷികമാണ് നമ്മൾ ആചരിച്ചു എന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം 1873 ഡിസംബർ മാസം 28-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്, അല്ലെ? നമ്മളോട് കൂടുതലും ചോദിച്ചിട്ടുള്ളത് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? സ്വദേശാഭിമാനി പത്രം 1905 പുറത്തിറങ്ങുന്നു. ആരാണ് സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ആരാണ് സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭി പത്രം എന്നാണ് നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ 1910 ആദ്യം. 1910 ആദ്യം സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാവ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ ഉത്തരവിടുന്നത് 1910 അല്ലെ? ആരംഭിക്കുന്നത് 1905 ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. സോ അദ്ദേഹത്തിന്റെ 150ാമത് ജന്മവാർഷികമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2023 ആചരിച്ചത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കാന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതാ നോക്കിക്കോളൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ.
കേരളത്തിലെ ആദ്യ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതെന്നാണ്? കേരളത്തിലെ ആദ്യ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ചോദിക്കുകയാണെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ് അല്ലെ. നമുക്കറിയാം ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. പ്രശസ്തമായിട്ടുള്ള നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതം അല്ലെ. ചാമ്പൽ മലയണ്ണാനൊക്കെ കാണുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് നക്ഷത്ര ആമയും പിന്നെ ഏതാ ചാമ്പൽ മലയണ്ണാൻ അല്ലെ കാണുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അങ്ങനെ കേരളത്തിലെ ആദ്യ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ചോദിക്കുകയാണെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതം. ഈ യുറേഷ്യൻ നീർനായയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ലൂട്രേ എന്നാണ്. ലൂട്രേ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 15 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കുന്നതിനായുള്ള അക്ഷയ ജ്യോതി പരിപാടി നടപ്പിലാക്കുന്ന ജില്ല ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 15 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കുന്നതിനുള്ള അക്ഷയ ജ്യോതി പരിപാടി ആരംഭിച്ച കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് ക്ഷയരോഗ മുക്തരാക്കുന്ന അക്ഷയ ജ്യോതി പരിപാടി. പാലക്കാട് ജില്ലയിൽ ക്ഷയരോഗത്തിനെതിരെ ഒരു അക്ഷയ ജ്യോതി എന്ന് പറഞ്ഞൊരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അക്ഷയ ജ്യോതി പരിപാടി ആരംഭിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 15 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കുന്നതിനായുള്ള അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇനി ഒരു പദ്ധതിയാണ് അമൃത് ഭാരത് ട്രെയിൻ പദ്ധതിയാണ്. 2023 ഡിസംബർ 30 ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന പുതിയ ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ് പുറത്തിറക്കി കഴിഞ്ഞായിരുന്നു. അപ്പൊ 2023 ഡിസംബർ 30 ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന പുതിയ ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃത് ഭാരതാണ്. നമുക്കറിയാം അമൃത് ഭാരതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു. 2023 ഡിസംബർ മാസം 30 തീയതിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദിയായിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അല്ലെ. ഈ ആദ്യ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അയോധ്യ ടു ന്യൂഡൽഹി ആണ്. അയോധ്യ ടു ന്യൂഡൽഹിയാണ് അമൃത് ഭാരത് ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ. ഈ അയോധ്യയിൽ വെച്ചായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കാം 2023 ഡിസംബർ 30 ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന പുതിയ ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഏതെന്ന് ചോദിച്ചാൽ അമൃത് ഭാരതാണ്. അമൃത് ഭാരത് ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം അയോധ്യ ടു ന്യൂഡൽഹിയാണ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ. അയോധ്യ ടു ന്യൂഡൽഹിയാണ്. ഉദ്ഘാടനം ആര് ചെയ്തു? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി 1-2 നിയമനങ്ങളാണ്. CISF അല്ലെ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ് അല്ലെ. 1969 CSF രൂപീകരിക്കുന്നത്. അതിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ നീന സിംഗ് ആണ്. ഒരുപക്ഷെ CISFന്റെ ഡയറക്ടർ ജനറൽ ആവുന്ന ആദ്യ വനിതയും ആര് തന്നെയാണ്? നീന സിംഗ് ആണ്. അതും ഓർക്കുക, നമ്മളോട് അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരാം. നീന സിംഗ് ആണ് CISFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? നീന സിംഗ് ആണ്. ഇനി മറ്റൊരു ചുമതലയാണ് CRPF അല്ലെ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അനീഷ് ദയാൽ സിംഗ് ആണ്. അപ്പൊ CRPFന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അനീഷ് ദയാൽ സിംഗ് ആണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ITBP അല്ലെ, ഇൻഡോ തിബറ്റൻ ബോർഡർ പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് വന്ന വ്യക്തിയാണ് രാഹുൽ രസ്ഗോത്രയാണ്. അപ്പൊ ITBPയിൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ രാഹുൽ രസ്ഗോത്രയാണ്. CRPFൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അനീഷ് ദയാൽ സിംഗ് ആണ്. CISFൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ നീന സിംഗ് ആണ്. ഇതൊന്ന് നന്നായിട്ടും ഓർത്തിരിക്കുക, കാരണം CISFന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിതയും ആര് തന്നെയാണ്? നീന സിംഗ് ആണ്. ഇനി മറ്റൊരു നിയമനമാണ് ഫയർ സർവീസ്, സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റ വ്യക്തി. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം.
ഫയർ സർവീസ്, സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? വിവേക് ശ്രീവാസ്തവയാണ്. ഇദ്ദേഹമാണ് അതിന്റെ ഡയറക്ടർ ജനറൽ. വിവേക് ശ്രീവാസ്തവയാണ്. ഇനി ഒരു പുസ്തകമാണ് എസ് ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ എഴുതിയ ഒരു പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? എസ് ജയശങ്കർ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രകാശനം ചെയ്ത ഒരു പുസ്തകം കൂടിയാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്കിന്റെ രചയിതാവ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് ജയശങ്കർ ആണ്. എസ് ജയശങ്കർ എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് എസ് ജയശങ്കർ. ഇനി ഒരു ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് A350-900 മോഡൽ വിമാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി ഏതെന്നാണ്? വിമാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് എയർ ഇന്ത്യ കമ്പനിയാണ്. ഇത് നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് മേടിക്കുന്നത്. A350-900 മോഡൽ വിമാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? എയർ ഇന്ത്യ കമ്പനിയാണ്. ഇത് നമ്മൾ വാങ്ങിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഇത് നമ്മൾ മേടിക്കുന്നത്. ഇനി ഒരു പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനായി ഭഗവത്ഗീതയെ കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ്? അടുത്ത അധ്യയന വർഷം മുതൽ ഇത് സ്കൂൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? നൽകുകയാണ്. അപ്പൊ ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത് സംസ്ഥാനമാണ് ഇത് പുറത്തിറക്കിയ. ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആണ്? ഗുജറാത്ത് സ്റ്റേറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പൈതൃകവും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനായി ഭഗവത്ഗീതയെ കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്താണ്. ഇനി ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസത്തിന്റെ ഒരു കാര്യമാണ്. രാജ്യത്തെ ആദ്യ വിനോദസഞ്ചാര അന്തർവാഹിനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം. ആദ്യമായിട്ട് രാജ്യത്തെ ആദ്യ വിനോദസഞ്ചാര അന്തർവാഹിനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? ഗുജറാത്താണ് അന്തർവാഹിനി ടൂറിസം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഓക്കെ, ഗുജറാത്തിലെ ബെറ്റില എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ബെറ്റില എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു ദ്വീപാണ് ബെറ്റില. ആ ദ്വീപിലാണ് എന്ത് ചെയ്യുന്നത്? രാജ്യത്തെ ആദ്യത്തെ വിനോദസഞ്ചാര അന്തർവാഹിനി ടൂറിസം എന്ത് ചെയ്യുന്നത്? ഗുജറാത്ത് നടപ്പിലാക്കുന്നത്. ഇനി നമ്മൾ 2023 ഡീകമ്മീഷൻ ചെയ്ത ഒരു യുദ്ധക്കപ്പലാണ്. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ INS ഇംഫാൽ ആണ്. അല്ലേ? INS ഇംഫാൽ ആണ്. നമുക്കറിയാം ഇംഫാൽ മണിപ്പൂരിന്റെ ക്യാപിറ്റലാണ് ഇംഫാല്. സോ അപ്പോൾ 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? INS ഇംഫാൽ ആണ്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് ചാനലിൽ 20 ദശലക്ഷം 20 മില്യൺ വരിക്കാറാവുന്ന ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരെന്നാണ്? അപ്പൊ യൂട്യൂബ് ചാനലിൽ 20 ദശലക്ഷം വരിക്കാറാവുന്ന ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. വരിക്കാറാവുന്ന ലോകത്തിലെ തന്നെ ആദ്യ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് വരിക്കാറാവുന്നത്. ഇനി ചോദിക്കുക ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ 60ാമത് ദൗത്യം എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ISROയുടെ 60ാമത് ദൗത്യം ഇവിടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ISROയുടെ 60ാമത് ദൗത്യം ചോദിക്കുകയാണെങ്കിൽ VSAT എന്നാണ് ആ ദൗത്യത്തിന്റെ പേര്. VSAT നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ് VSAT. ഇതിന് വലിയൊരു പ്രത്യേകത, രാജ്യത്ത് ആദ്യമായിട്ട് വനിതകളുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹമാണ് VSAT എന്ന് പറയുന്ന ഉപഗ്രഹം. വനിതകളുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹമാണ് VSAT. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് പ്രത്യേകത, ഇത് രൂപകൽപ്പന ചെയ്തത് കേരളത്തിൽ നിന്നുള്ള വനിതകളാണ്. ഈ VSAT എന്ന് പറയുന്നത് അല്ലെ, LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ, ആ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇതെന്ത് ചെയ്യുന്നത്? VSAT എന്ന് പറയുന്ന ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളോട് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും PS ചോദിക്കാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ 60ാമത് ദൗത്യം ഇത് എന്ന് പോകുമെന്ന് ചോദിച്ചാൽ 2024 ജാനുവരി മാസം 1-ാം തീയതി തന്നെയാണ് ഈ ദൗത്യം. ഏതാണ് വാഹനം എന്ന് ചോദിച്ചാൽ PSLV-C58 വാഹനമാണ്.
PSLV C58 വാഹനമാണ് 2024 ജാനുവരി മാസം 1-ാം തീയതി എന്ത് ചെയ്യുന്നത് VSAT കൊണ്ടുപോകുന്നത്. അപ്പോൾ ISROയുടെ 60ാമത്തെ ദൗത്യമാണ് VSAT അല്ലെ. ഭൗമോപരിതലത്തിന് 350 കിലോമീറ്റർ ഉയരം വരെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്ദ്രതയെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇവർ ഈ VSAT ഉപയോഗിക്കുന്നത്. ഏകദേശം ഭൗമോപരിതലത്തിൽ നിന്നും 350 കിലോമീറ്റർ ഉയരെ അല്ലേ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്ദ്രതയെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹമാണ് VSAT. നമുക്ക് പ്രധാനപ്പെട്ടത് ഇത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വനിതകൾ എന്ത് ചെയ്യുന്നു രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹം കൂടിയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് വനിതകളുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹം കൂടിയാണ് VSAT. ഒപ്പം ISROയുടെ 60ാമത്തെ ദൗത്യമാണ്. ഇതെന്നാണ് വിക്ഷേപിക്കുന്നു എന്ന് ചോദിച്ചാൽ 2024 ജാനുവരി മാസം 1-ാം തീയതിയാണ് ഇതിന്റെ വിക്ഷേപണം വരുന്നത്. ഉറപ്പായിട്ടും വരികാല എക്സാമിൽ നമ്മളോട് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ചോദിക്കാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2023 ഡിസംബറിൽ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് തുറക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച രാജ്യം ഏതെന്നാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. 2023 ഡിസംബറിൽ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് തുറക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ആണ്. ആ ന്യൂസിലാൻഡിൽ നമ്മൾ എവിടെയാണ്? ഓക്ലാൻഡിലാണ്. ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺസുലേറ്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് തുറക്കാൻ പോകുന്നത്. ന്യൂസിലാൻഡിലാണ്. 2023 ഡിസംബറിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലാണ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് തുറക്കാനായിട്ട് പോകുന്നത്. ഇനി ഒരു ചരിത്രത്തിൽ സംഭവം കൂടിയാണ്. ചരിത്രത്തിൽ ആദ്യമായി 2023 ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ച രാജ്യം ഏതെന്നാണ്. നമ്മളെല്ലാം 2023 ഡിസംബർ, നമുക്ക് ഡിസംബർ 25 തന്നെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2023 ഡിസംബർ 5 ക്രിസ്മസ് ആഘോഷിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉക്രൈനാണ്. കാരണം ഉക്രൈനും റഷ്യയും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജാനുവരി മാസം 7-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതുകൊണ്ട് ജാനുവരി 7-ലല്ല അവർ ആഘോഷിച്ചത്. ഈ പ്രാവശ്യം ഡിസംബർ മാസം 25-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഉക്രൈൻ ആഘോഷിച്ചത് അല്ലെ. അപ്പൊ ക്രിസ്മസ് ചരിത്രത്തിൽ ആദ്യമായി 2023 ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ച രാജ്യം ഏതാണ്? ഉക്രൈനാണ് ആചരിക്കുന്നത്. ഉക്രൈനാണ്. ഓക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. അതിൽ നമ്മൾ 2023 ഡിസംബർ മാസം 23, ആ ഡിസംബർ 23 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിച്ചു എന്ന് ചോദിച്ചാൽ ദേശീയ കർഷക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അല്ലെ. എന്നാണ് ദേശീയ കർഷക ദിനം അല്ലെങ്കിൽ നാഷണൽ കിസാൻ ഡേ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ഡിസംബർ മാസം 23 ആരുടെ ജന്മദിനമെന്ന് നമുക്കറിയാം. ചരൺ സിംഗിന്റെ അല്ലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിന്റെ ജന്മദിനമാണ് നമ്മൾ കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് അടുത്ത ദിനം നോക്കിക്കോ. ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ടാണ്. അപ്പൊ എന്നാണ് നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ചോദിച്ചാൽ ഡിസംബർ മാസം 24-ാം തീയതിയാണ്. നമ്മളോട് PS ചോദിച്ചിട്ടുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലയിൽ വന്നത് 1986 ഡിസംബർ മാസം 24-ാം തീയതിയാണ്. ആ ഡിസംബർ മാസം 24-ാം തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഉറപ്പായിട്ടും ചോദിക്കാം. അപ്പൊ എന്നാണ് നാഷണൽ കൺസ്യൂമർ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ മാസം 24-ാം തീയതിയാണ് നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്ത ഡിസംബർ 25 അല്ലെ, ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ടാണ് അല്ലെങ്കിൽ സദ്ഭരണ ദിവസമായിട്ടാണ് ദിവസം അല്ലെ. ഡിസംബർ മാസം 25 നമ്മൾ സദ്ഭരണ ദിവസം അല്ലെങ്കിൽ ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. ഇത് ആരുടെ ജന്മദിനമാണ് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ AB വാജ്പേയി അല്ലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയുടെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് സദ്ഭരണ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ഈ 3 ദിനങ്ങളും നമ്മളോട് PS ചോദിച്ചിട്ടുള്ള ദിനങ്ങളാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ഡിസംബർ 23 നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഡിസംബർ 25 ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു, അല്ലെങ്കിൽ സദ്ഭരണ ദിവസമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മാസം 25-ാം തീയതിയാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന വിയോഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് 2023 ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തിയായിരുന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2023 ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തി ആരാണ്? വിജയകാന്ത് ആണ് അല്ലെ. വിജയകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് DMDK അല്ലെ.
ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി. അപ്പൊ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വിജയകാന്താണ്. ഒപ്പം മറ്റൊരു വ്യക്തി 2023 അന്തരിച്ച പ്രശസ്ത ദക്ഷിണ കൊറിയൻ നടൻ ആരെന്നാണ് അല്ലെ? 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണ കൊറിയൻ നടൻ ചോദിക്കുകയാണെങ്കിൽ ലീ സൺ ക്യൂൻ ആണ് അല്ലെ? ലീ സൺ ക്യൂൻ ആണ്. നമുക്കൊരു പ്രത്യേകത, ഇദ്ദേഹത്തിന് അഭിനയിച്ച 2020 പാരാസൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ നേടിയാണ്. അപ്പൊ ആ ലീ സൺ അഭിനയിച്ച സിനിമയാണ്. അപ്പൊ 2023 അന്തരിച്ച പ്രശസ്ത ദക്ഷിണ കൊറിയൻ നടൻ ചോദിക്കണമെങ്കിൽ ആരാണ്? ലീ സൺ ക്യൂൻ ആണ്. ഓക്കെയാണ്. ഇനി അടുത്തൊരു വിയോഗമാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ. മുൻ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ 2023 അന്തരിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഉത്തം പച്ചാരനെയാണ്. അദ്ദേഹമാണ് 2023 ഡിസംബറിൽ അന്തരിച്ച മുൻ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ അല്ലെ? നിലവിൽ ആരാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ എന്ന് ഓർക്കുക? വി നാഗദാസ് ആണ്. നിലവിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നാഗദാസ് ആണ്. പ്രത്യേകത, ഇദ്ദേഹം ഒരു മലയാളിയും കൂടിയാണ്. വി നാഗദാസ് നിലവിലെ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ. എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക, വി നാഗദാസ് ആണ് നിലവിൽ. ഇനി മറ്റൊരു പ്രധാന വിയോഗമാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച മലയാളി ഫുട്ബോൾ താരം ആരെന്നാണ്? 2023 ഡിസംബറിൽ അന്തരിച്ച മലയാളി ഫുട്ബോൾ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ടി എ ജാഫർ ആണ് അല്ലെ? സന്തോഷ് ട്രോഫി കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്ന സമയത്ത് ഇദ്ദേഹം ആ ടീമിലെ അംഗം കൂടിയായിരുന്നു ടി എ ജാഫർ. 1973 കേരളം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? സന്തോഷ് ട്രോഫി നേടുന്നത്. ആ കേരളം സന്തോഷ് ട്രോഫി നേടുന്ന സമയത്തും ഇദ്ദേഹം ടീമിലെ അംഗമായിരുന്നു. അപ്പൊ 1973 കേരളം സന്തോഷ് ട്രോഫി നേടുന്നത് കൊണ്ട്, അപ്പൊ കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ എത്രാമത് വാർഷികമാണ് നമ്മൾ 2023 ഡിസംബറിൽ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ 50ാമത് വാർഷികമാണ്. അപ്പൊ വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 150ാമത് ജന്മവാർഷികം. ഒപ്പം 2023 ഡിസംബറിൽ കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ എത്രാമത് വാർഷികമാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 50ാമത് വാർഷികമാണ് ആചരിക്കുന്നത്. അപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗം. ഇതൊരു വലിയൊരു വാർത്തയാണ്. ടി എ ജാഫർ അന്തരിച്ചത്. അപ്പൊ ഇതെന്ത് ചെയ്യുക? നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കുക. നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കാം ക്വസ്റ്റ്യൻ, കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ എത്രാമത് വാർഷികമാണ് 2023 ഡിസംബറിൽ ആചരിച്ചു എന്ന് ചോദിച്ചാൽ 50ാമത് വാർഷികമാണ്. ഇനി ഇപ്രാവശ്യം 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ വിജയി ആരെന്നാണ്? അപ്പൊ സൗദി അറേബ്യ ആയിരുന്നു ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ വേദി. ആരാണ് വിജയി എന്ന് ചോദിക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് വിജയി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് അല്ലെ? ഇംഗ്ലണ്ടിന്റെ ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. അപ്പൊ 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വിജയി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. എവിടെ വെച്ചാണ് 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നടന്നു എന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയിലാണ്. ഇനി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഗുസ്തി താരത്തിന്. 2023 ഡിസംബറിൽ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി നിയമലംഘനത്തിന് 1 വർഷത്തേക്ക് വിലക്ക് നേരിടേണ്ടി വരുന്ന ഗുസ്തി താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പൂജ ദണ്ഡയാണ് അല്ലെ? പൂജ ദണ്ഡയ്ക്കാണ് 2023 ഡിസംബറിൽ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി നിയമലംഘനത്തിന് 1 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വന്ന ഗുസ്തി താരമാരാണ്? പൂജ ദണ്ഡയാണ്. ഓർക്കുക. ഇനി ഒരു പ്രധാന കാര്യമാണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ച 3-അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ച 3-അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂപീന്ദർ സിംഗ് ബജ്വയാണ് അധ്യക്ഷൻ. അപ്പൊ 3-അംഗ സമിതിയാണ്. അതിൽ ബാക്കി 2 വ്യക്തികളാണ്. ഒന്ന് MM സൊമായ, മറ്റൊന്ന് മഞ്ജുഷ കാൻവാർ ആണ്. അപ്പൊ മഞ്ജുഷ കാൻവാറും MM സൊമായയുമാണ് മറ്റു 2 വ്യക്തികൾ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ച 3-അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂപീന്ദർ സിംഗ് ബജ്വയാണ്. ഇനി ഒരു നിയമനം കൂടിയാണ്. WFA അല്ലെ? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? അപ്പോൾ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് സിംഗ് ആണ്. പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? സഞ്ജയ് സിംഗ് ആണ്.
ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് 2023 ഡിസംബറിൽ ഗുസ്തിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആര് എന്നതാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. അടുത്തിടെ ഗുസ്തിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ കായിക താരം ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? സാക്ഷി മാലിക് ആണ് അല്ലെ. പത്രങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു സാക്ഷി മാലിക്കിന്റെ വിരമിക്കല്. അപ്പൊ തീർച്ചയായിട്ടും സാക്ഷി മാലിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അതില് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സാക്ഷി മാലിക്കിന് ഗുസ്തിയിൽ എന്ത് നേടിത്തന്നു? നമുക്ക് സ്വർണം നേടിത്തന്ന വ്യക്തിയാണ് അല്ലെ. കോമൺവെൽത്ത് ഗെയിംസ് 2022 നമുക്ക് ഗുസ്തിയിൽ സ്വർണം നേടിത്തന്ന ഒരു വ്യക്തിയാണ് സാക്ഷി മാലിക്. സ്വർണം നേടിത്തന്നു അല്ലെ. അപ്പൊ 2016 ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ രാജീവ് ഗാന്ധി അല്ലെ, ഇപ്പൊ നിലവിൽ അറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചൊരു വ്യക്തിയും കൂടിയാണ് ആര്? സാക്ഷി മാലിക്. അപ്പൊ 2017 രാജ്യം എന്ത് നൽകി? പത്മശ്രീ നൽകി ആദരിച്ചൊരു വ്യക്തിയും കൂടിയാണ് സാക്ഷി മാലിക്. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ 2022 ബെർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഗുസ്തിയിൽ സ്വർണം നേടിത്തന്ന ഒരു വ്യക്തിയും കൂടിയാണ് സാക്ഷി മാലിക്. 2016 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം അല്ലെങ്കിൽ ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് സാക്ഷി മാലിക്. 16 എന്ത് ചെയ്തു? പത്മശ്രീ. ഇതെല്ലാം അവർ ഉപേക്ഷിക്കുകയാണ്. വാർത്തകളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അടുത്തിടെ ഗുസ്തിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സാക്ഷി മാലിക് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്, പുറത്തിറക്കിയിരിക്കുന്നു. അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ വീരമംഗ എന്ന് പറയുന്നതാണ് ഭാഗ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നതാണ്. വീരമംഗയാണ്. അപ്പൊ 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് വേദി. വേദി എവിടെയാണ്? തമിഴ്നാടാണ് അല്ലെ. അപ്പൊ 2023 വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 സ്ഥലത്തായിട്ടാണ് വേദി നടന്നത്. ഒന്ന് മധ്യപ്രദേശിലും 23 മധ്യപ്രദേശിലും ന്യൂഡൽഹിയുമായിരുന്നു വേദി അല്ലെ. 2023 മധ്യപ്രദേശിലും ന്യൂഡൽഹിയിലും. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. 1ാം സ്ഥാനം നേടിയ ടീം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. 2ാം സ്ഥാനമായിരുന്നു ഹരിയാനയ്ക്ക് അല്ലെ. ഇതിൽ നമുക്ക് കേരളത്തിന്റെ സ്ഥാനം അറിഞ്ഞിരിക്കുക. അവിടെ കേരളത്തിന്റെ സ്ഥാനം 6ാം സ്ഥാനമാണ്. 15 സ്വർണ്ണ മെഡൽ എന്തോ നമുക്ക് കിട്ടിയായിരുന്നു. 15 സ്വർണ്ണ മെഡൽ നേടി കേരളം 6ാം സ്ഥാനത്താണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശിലും ന്യൂഡൽഹിയിലും കൂടിയായിരുന്നു. ആരായിരുന്നു വിജയി? 1ാം സ്ഥാനം നേടിയത് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയായിരുന്നു. 2ാം സ്ഥാനം ഹരിയാന. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കേരളത്തിന്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രാം സ്ഥാനമായിരുന്നു? 6ാം സ്ഥാനമായിരുന്നു. 24 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ച് നടക്കുന്നു ചോദിച്ചാൽ അത് തമിഴ്നാട് വെച്ചാണ് നടക്കുന്നത്. എന്താണ് ഭാഗ്യചിഹ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ വീരമംഗയാണ്. ഭാഗ്യചിഹ്നം വീരമംഗയാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. 2023 ഡിസംബറിൽ നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏത് രാജ്യത്തിനെതിരെയാണ് ഇന്ത്യ ചരിത്ര ജയം സ്വന്തമാക്കി? ആദ്യമായിട്ട് ഇന്ത്യ ഒരു ചരിത്ര ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് 2023 അതും ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. ഏത് രാജ്യത്തിനെതിരെ? 2023 ഡിസംബറിൽ നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏത് രാജ്യത്തിനെതിരെയാണ് ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കി എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓക്കെ. അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ത് ചെയ്യുന്നു? ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2023 ഡിസംബറിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏത് ടീമിനെതിരെ എന്ന് ചോദിച്ചാൽ ഏത് ടീമിനെതിരെയാണ്? ഓസ്ട്രേലിയക്കെതിരെയാണ്. നിലവിൽ ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വനിതാ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗർ ആണ് നിലവിൽ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ്. ആദ്യ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ ആണ് ആദ്യ മലയാളി താരം അല്ലെ. ഏത് രാജ്യത്തിനെതിരെയാണ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടി എന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയെതിരെയായിരുന്നു സഞ്ജു സാംസൺ എന്ത് ചെയ്യുന്നത്? സെഞ്ചുറി നേടുന്നത്. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ആരാണ്? റിസ്വാൻ ആണ് അല്ലെ. ആദ്യ മലയാളി ചോദിക്കുകയാണെങ്കിൽ റിസ്വാൻ, തലശ്ശേരി സ്വദേശിയായ റിസ്വാൻ ആണ്. UAE വേണ്ടി കളിക്കുകയായിരുന്നു അദ്ദേഹം. റിസ്വാൻ
2022 അയർലാൻഡിനെതിരെയായിരുന്നു സെഞ്ചുറി നേടുന്നത്, അയർലാൻഡിനെതിരെ. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ അത് സഞ്ജു സാംസൺ. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം അത് റിസ്വാൻ ആണ്. റിസ്വാൻ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് ചോദിച്ചാൽ UAEക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. 2022 അയർലാൻഡിനെതിരെയായിരുന്നു റിസ്വാൻ സെഞ്ചുറി നേടുന്നത്. അപ്പോൾ സഞ്ജു സാംസൺ സെഞ്ചുറി നേടുന്നത് ഏത് രാജ്യത്തിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്കെതിരെയാണ്. സഞ്ജു സാംസൺ എന്ത് ചെയ്യുന്നത്, സെഞ്ചുറി നേടുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നുകൊണ്ട് നമ്മൾ ഈ ആഴ്ചത്തിലെ കറണ്ട് അഫയർ ഇവിടെ നിർത്തുന്നു. നമുക്ക് വീണ്ടും അടുത്ത വർഷം കാണാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.